നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാംപ്ലാനിക്കെതിരായ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നെന്ന് വ്യക്തമാക്കി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അവസരവാദത്തെ അവസരവാദം എന്ന് തന്നെ വിമർശിക്കുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. അധ്യാപനത്തെ ജോലി എന്നതിലുപരി മെച്ചപ്പെട്ട സമൂഹ സൃഷ്ടിക്കായുള്ള ഉത്തരവാദിത്വമായി അധ്യാപകർ കാണണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. സാമൂഹ്യ മാനസിക പ്രശ്നങ്ങൾ മാത്രമല്ല വിദ്യാർത്ഥി സമൂഹം നേരിടുന്നതെന്ന തിരിച്ചറിവ് അധ്യാപകർക്കുണ്ടാകണമെന്നും മനോജ് കുമാർ. സുരേഷ് ഗോപി MPയുടെ ഓഫീസിന് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ കണ്ണൂരിൽ പ്രതിഷേധ മാർച്ച് നടത്തി. താളിക്കാവിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. വിജ്ഞാന കേരളം കൂത്തുപറമ്പ് നഗരസഭ ബ്ലോക്ക് തൊഴിൽമേള ശനിയാഴ്ച KK ശൈലജ MLA ഉദ്ഘാടനം ചെയ്യും. പാംപ്ലാനിക്കെതിരായ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നെന്ന് വ്യക്തമാക്കി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അവസരവാദത്തെ അവസരവാദം എന്ന് തന്നെ വിമർശിക്കുമെന്നും അവസരവാദം എന്നത് അശ്ലീല ഭാഷയല്ല, അവസരവാദ നിലപാട് സ്വീകരിച്ചവരെ അവസരവാദി എന്ന് തന്നെ പറയണം എന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഗോവിന്ദചാമി പരാമർശത്തിലും അദ്ദേഹം പ്രതികരിച്ചു. തെറ്റായ നിലപാട് സ്വീകരിച്ച സഭയിലെ ചിലരെ മാത്രമാണ് വിമർശിച്ചതെന്നും ഓരോരുത്തരും അവരുടെ നിലവാരത്തിനനുസരിച്ചാണ് പ്രതികരിക്കുക എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. 1 മുസ്ലിം, 2 ക്രിസ്ത്യാനി, 3 കമ്മ്യൂണിസ്റ്റ്. ഈ 3 ആളും ഇന്ത്യ വിടണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് അവരുടെ അഭിപ്രായം. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്. ഇപ്പോഴേ അവർ പ്രഖ്യാപിക്കാനൊന്നുമല്ല അവർ പറഞ്ഞു, ഇപ്പോൾ ഹിന്ദു രാഷ്ട്രമാണ്. ആ ഹിന്ദു രാഷ്ട്രത്തിൽ ഈ 3 ഉള്ളതാണ് ആഭ്യന്തര കുഴപ്പം. അതുകൊണ്ട് ഈ 3നെയും ഇല്ലായ്മ ചെയ്യണം. ഇതാണ് അടിസ്ഥാനപരമായ RSSൻ്റെ സംഘപരിവാറിൻ്റെ നിലപാട്. ഈ നിലപാടാണെന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് നിലപാട് എന്ന് ഞാൻ പ്രസംഗിക്കുമ്പോഴും ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ഇത് ഏതെങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നമല്ലാതെ ഇതിൻ്റെ മേലെ ഏതെങ്കിലും ചുളിവിൽ ഏതെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് അഭിനന്ദിക്കാനോ കേക്ക് മുറിക്കാനോ പുറപ്പെട്ടാൽ അത് ശരിയാവില്ല. അതാണ് അവസരവാദപരമായ സമീപനമായിട്ട് മാറുക. പമ്പ്ലാനി ഇതിനു മുമ്പും റബ്ബറിൻ്റെ പ്രശ്നം വന്നപ്പോൾ 300 രൂപ തന്നാൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. RSSും സംഘപരിവാർ വിഭാഗങ്ങളും ക്രിസ്തീയ ജനവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം അതല്ല. സംഘർഷത്തിൻ്റെ അടിസ്ഥാനം ഇവരിവിടെയുള്ളവരല്ല, ഇവർ പോണ്ടവരാണെന്നാണ്. അങ്ങനെ പോണ്ടവരാണെന്ന് പറഞ്ഞ ആ ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന എന്ന് അവർ അവകാശപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ ഭരണവർഗത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നാണ് അന്നും പറഞ്ഞത്. തൃശൂരിലെ വോട്ട് വിവാദത്തിലും MV ഗോവിന്ദൻ പ്രതികരിച്ചു. മറ്റിടങ്ങളിൽ നിന്ന് തൃശൂരിലെത്തി വോട്ട് ചേർത്തത് തെറ്റായ നടപടിയാണ്. ഇതിൽ BJP രാഷ്ട്രീയമായി ഉത്തരം പറയണം, പരിശോധിച്ച് നിലപാട് സ്വീകരിക്കണം, ആവശ്യമായ പരിശോധന നടത്തണം എന്നുമാണ് പ്രതികരണം. അധ്യാപനത്തെ ജോലി എന്നതിലുപരി മെച്ചപ്പെട്ട സമൂഹ സൃഷ്ടിക്കായുള്ള ഉത്തരവാദിത്വമായി അധ്യാപകർ കാണണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ. കമ്മീഷൻ ജില്ലയിലെ ഹൈസ്കൂൾ അധ്യാപകർക്കായി സംഘടിപ്പിച്ച കുട്ടികളുടെ അവകാശങ്ങൾ, മാനസികാരോഗ്യം, സൈബർ സുരക്ഷ ജില്ലാതല അധ്യാപക പരിശീലന ശിക്ഷക് സദനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യ മാനസിക പ്രശ്നങ്ങൾ മാത്രമല്ല വിദ്യാർത്ഥി സമൂഹം നേരിടുന്നതെന്ന തിരിച്ചറിവ് അധ്യാപകർക്കുണ്ടാകണം. സംസ്ഥാനത്താകെ നോൺ കമ്മ്യൂണിക്കബിൾ രോഗവിഭാഗത്തിൽപ്പെട്ട ടൈപ്പ് 1 പ്രമേഹബാധിതരായ 5000 കുട്ടികളുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന സംവിധാനവും കരുതലും വിദ്യാലയങ്ങളിൽ ഉണ്ടാവണമെന്നും മനോജ് കുമാർ പറഞ്ഞു. സ്കൂളുകളിലെ ബാഗ് പരിശോധന പോലെയുള്ള കുട്ടികളുടെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന പ്രവൃത്തികൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. കുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കണം. സമൂഹത്തിന്റെ പ്രതിഫലനമെന്നോണം കള്ളനാണയങ്ങൾ അധ്യാപകർക്കിടയിലുമുണ്ട് എന്ന് കമ്മീഷന് മുന്നിലെത്തുന്ന പരാതികൾ വ്യക്തമാക്കുന്നതായും ചെയർപേഴ്സൺ KV മനോജ് കുമാർ പറഞ്ഞു. നമ്മുടെ മക്കൾ, ഇന്ന് നിങ്ങളുടെ മക്കൾ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരുടെ മക്കളെ 21 വയസ്സായാലും കയ്യിൻ്റെ ഒരു വിരലിനെ പിടിച്ച് നടത്തിക്കുന്നുണ്ടല്ലേ. ഭയമാണ് നമുക്ക്. പണ്ട് 1ാം ക്ലാസ്സിൽ സ്കൂളിൽ വഴി പോകുമ്പോഴും 1ാം ക്ലാസ്സിൽ ചേർക്കാൻ വരുമ്പോൾ വഴിതെറ്റാതിരിക്കാൻ അമ്മമാർ കുട്ടികളെയും കൊണ്ടുവന്ന അതേ അമ്മ തന്നെ 10ാം ക്ലാസ്സിലെത്തിയപ്പോഴും വഴിതെറ്റാതിരിക്കാൻ സ്കൂളിൽ വന്ന് വൈകുന്നേരം സ്കൂൾ അടക്കുന്ന ദിവസം കാത്തിരിക്കുന്നു എന്നുള്ളത് എന്തൊരു വിരോധാഭാസമാണ്.
10ാം ക്ലാസ് വരെ എത്തിയിട്ടും അവനെ നമ്മൾ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തന്നെ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അവിടെയാണ് നിങ്ങളുടെ പ്രാധാന്യം. ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതൊക്കെ ആയിട്ട് അധ്യാപകർ മനസ്സിലാക്കണം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഉത്തരവാദിത്വവും കുടുംബ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഉത്തരവാദിത്വം അതിലേക്ക് മാത്രം ഒതുങ്ങുന്നതല്ല. നിങ്ങളുടെ ഈ സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയുള്ള വലിയ ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഭാഗമാണ് അധ്യാപകർ. സാമൂഹ്യ പരിവർത്തനത്തിൽ വലിയൊരു വിഭാഗമാണ് അധ്യാപകർ. ലോകത്തെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലേക്ക് കുട്ടികളെ നയിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് അധ്യാപകർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള അധ്യാപകരായി മാറാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ജാഗ്രതയോടെ ഇരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബാലാവകാശം എന്ന വിഷയത്തിൽ കമ്മീഷൻ അംഗം ഡോക്ടർ എഫ് വിൽസൺ, കുട്ടികളുടെ മാനസികാരോഗ്യം എന്ന വിഷയത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ കൗൺസിലർ നികിത വിനോദ്, സൈബർ സുരക്ഷ എന്ന വിഷയത്തിൽ സിറ്റി പോലീസ് സൈബർ സുരക്ഷാ വിഭാഗം സിവിൽ പോലീസ് ഓഫീസർ പി കെ ധിൻരാജ് എന്നിവർ ക്ലാസ് എടുത്തു. ആഗസ്റ്റ് 11 മുതൽ 20 വരെ സംസ്ഥാനത്തൊട്ടാകെയുള്ള ഹൈസ്കൂളിലെ അധ്യാപകർക്ക് ബാലാവകാശ കമ്മീഷൻ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പരിശീലനത്തിന്റെ 1ാം ഘട്ടത്തിലാണ് കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് സംഘടിപ്പിക്കുന്നത്. പരിശീലനം ലഭിക്കുന്ന അധ്യാപകർ അവരുടെ സ്കൂളിലെ അധ്യാപകരിലേക്കും 8, 9, 10 ക്ലാസുകളിലെ കുട്ടികളിലേക്കും ബോധവൽക്കരണം എത്തിക്കുകയാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. DDE ഡി ഷൈനി അധ്യക്ഷയായി. കമ്മീഷൻ അംഗങ്ങളായ ഡോക്ടർ എഫ് വിൽസൺ, അഡ്വക്കേറ്റ് ബി മോഹൻകുമാർ, കെ ഷാജു, അഡ്വക്കേറ്റ് TC ജലജമോൾ, അഡ്വക്കേറ്റ് N സുനന്ദ, സിസിലി ജോസഫ്, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ദിവ്യ മനോജ് എന്നിവർ പങ്കെടുത്തു. സുരേഷ് ഗോപി MP-യുടെ ഓഫീസിന് നേരെയുണ്ടായ അതിക്രമത്തിലും BJP പ്രവർത്തകർക്ക് നേരെയുണ്ടായ കയ്യേറ്റത്തിലും പ്രതിഷേധിച്ച് BJPയുടെ നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. താളിക്കാവിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പ്രതിഷേധ യോഗം കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇത് തന്തക്ക് പെറ്റവൻ തന്നെയാണോ എന്ന് അറിവില്ലായ്മ കൊണ്ട് ആരെങ്കിലും ചോദിച്ചു പോയാൽ, ചോദിക്കാൻ പാടില്ലാതാണെന്നറിയാം, പക്ഷേ അറിവില്ലാതെ ആരെങ്കിലും ചോദിച്ചു പോയാൽ ആ അറിവില്ലാത്തവനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ബീഹാറിൽ എടുക്കുന്ന നിലപാട് ഘടകവിരുദ്ധമായി കർണാടകത്തിൽ സ്വീകരിക്കുന്നു, ഘടകവിരുദ്ധമായി കേരളത്തിൽ സ്വീകരിക്കുന്നു. ഒരു കാര്യം കേരളക്കാർക്ക് നന്നായിട്ടറിയാം, മരിച്ചവർ പുനർജന്മം നേടി വോട്ട് ചെയ്യാൻ എത്തുന്ന സംസ്ഥാനമാണ് കേരളം. മരിച്ചവർ പുനർജന്മം നേടി വോട്ട് ചെയ്യാനെത്തുന്ന സംസ്ഥാനമാണ് കേരളം. ഓരോ തെരഞ്ഞെടുപ്പിലും വരാറുണ്ട് പരേതർ, വോട്ട് ചെയ്യാൻ വരുന്ന സംസ്ഥാനമാണ് കേരളം. മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമാണ് ഈ പരേതരെയും പൊക്കിപ്പിടിച്ച് പോളിംഗ് ബൂത്തിൽ വരാറുള്ളത്. അങ്ങനെയുള്ള ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന, ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തിയിരിക്കുന്ന ഈ മാർക്സിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ധാർമ്മികമായ അധികാരമില്ല എന്നുള്ള മിനിമം മര്യാദ MP ഗോവിന്ദനും അതുപോലെ രമേശ് ചെന്നിത്തലയും അത്തരം ആളുകൾ VD സതീശനുമൊക്കെ ഓർക്കുന്നു നന്ന്. ദേശീയ സമിതി അംഗം C രഘുനാഥ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ AP ഗംഗാധരൻ, TC മനോജ്, അജിത് കുമാർ കരിയൽ എന്നിവർ സംസാരിച്ചു. അരുൺ കൈതപ്രം, MP രാഗിണി ടീച്ചർ, K രതീഷ്, T കൃഷ്ണപ്രഭ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൾ ഇന്ത്യ ഇൽദോ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് 31-ന് ചെന്നൈയിൽ നടക്കുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നവർക്ക് പയ്യന്നൂരിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി സമാപിച്ചു. തെരുവിൽ നടക്കുന്ന അക്രമങ്ങളെ നേരിടാനും സ്വയം പ്രതിരോധത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് 2023-ൽ രൂപപ്പെടുത്തിയ ദക്ഷിണ കൊറിയൻ ആയോധന കലയാണ് ഇൽദോ. ഇൽദോ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നവരിൽ ഭൂരിഭാഗവും പയ്യന്നൂർ സ്വദേശികളാണ്. തെരുവിൽ നടക്കുന്ന അക്രമങ്ങളെ നേരിടാനും സ്വയം പ്രതിരോധത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് 2023-ൽ രൂപപ്പെടുത്തിയ ദക്ഷിണ കൊറിയൻ ആയോധന കലയാണ് ഇൽദോ. പ്രത്യക്ഷത്തിൽ ജൂഡോയുമായി സാദൃശ്യം തോന്നുമെങ്കിലും ഇതിലെ രീതി തികച്ചും വ്യത്യസ്തമാണ്. ഒരാളുടെ ശരീരഭാരം ഉപയോഗിച്ച് അയാളെ കീഴടക്കുക എന്നതാണ് ഇതിലെ പ്രധാന തന്ത്രം. പയ്യന്നൂർ മാസ്റ്റേഴ്സ് തൈക്കൊണ്ടോ അക്കാദമിയിൽ വിവിധ ഘട്ടങ്ങളിലായി നടന്ന പരിശീലനത്തിൽ പ്രായഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു.
വിവിധ തരം മലക്കങ്ങൾ, റോളുകൾ, സ്വയം പ്രതിരോധം, ജമ്പുകൾ, വീഴ്ചകളിൽ നിന്ന് പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്ന തന്ത്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ക്ലാസ്സിൽ വിവരിച്ചു നൽകി. പ്രാക്ടിക്കലിന് പുറമെ തിയറി ക്ലാസുകളും ഉണ്ടായിരുന്നു. ഗ്രാൻഡ് മാസ്റ്റർ അബ്ദുറഹ്മാൻ, തൃശൂർ പോലീസ് സൂപ്രണ്ട് ജോസി ചെറിയാൻ, ഡോക്ടർ വേണുഗോപാൽ കൈപ്രത്ത് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഇൽദോയുടെ സ്വീകാര്യത യുവാക്കൾക്കിടയിൽ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. അമേരിക്ക, ജർമ്മനി, ഫ്രാൻസ് എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കിടയിലും ഈ ആയോധന കലയ്ക്ക് സ്വീകാര്യത ഏറിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഇൽദോ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ചെന്നൈയിൽ വെച്ചിട്ട് ഓഗസ്റ്റ് 31 നടക്കുകയാണ്. അതിൻ്റെ സെമിനാർ പയ്യന്നൂർ വെച്ച് മാസ്റ്റേഴ്സ് അക്കാദമിയിൽ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല കോൺഫിഡൻസ് ഉണ്ട്. കേരളത്തിന് വേണ്ടി മെഡൽ അടിക്കുന്നു. ഫസ്റ്റ് ഇൽദോ ചാമ്പ്യൻഷിപ്പാണ്. അതൊരു ഹിസ്റ്റോറിക് വേദിയാണ്. പ്രത്യേകിച്ച് പയ്യന്നൂരിലുള്ള പ്രത്യേകിച്ച് ഗേൾസ്. കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന മാലിന്യമുക്ത നവകേരള വാരാഘോഷത്തോടനുബന്ധിച്ച് പാട്യം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും പരിസരവും ശുചീകരിച്ചു. പാട്യം ഹയർ സെക്കൻഡറി SPC യൂണിറ്റിന്റെയും ഡിസ്പെൻസറി ജീവനക്കാരുടെയും നേതൃത്വത്തിലാണ് ശുചീകരണം നടന്നത്. ശുചീകരണത്തിന്റെ ഉദ്ഘാടനം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജാജി നായർ നിർവഹിച്ചു. ഈ വർഷം ഓഗസ്റ്റ് 15 നമ്മൾ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഹർ ഘർ തിരങ്ക, ഹർ ഘർ സ്വച്ഛത അഭിയാൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് പാട്യം ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കാഡറ്റ്സ് നമ്മുടെ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി പാട്യം ശുചീകരണത്തിന് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി പ്ലാസ്റ്റിക് മാലിന്യമാണ്. അതിനൊപ്പം നമ്മൾ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കക്കോത്ത് പ്രഭാകരൻ, KP സജിത് കുമാർ, MP അബ്ദുൽ രാജ്, TP അഞ്ജു, KP അനുശ്രീ, സജ്ന അരുൺകുമാർ, R മല്ലിക എന്നിവർ സംസാരിച്ചു. വിജ്ഞാന കേരളം കൂത്തുപറമ്പ് നഗരസഭ ബ്ലോക്ക് തൊഴിൽമേള ശനിയാഴ്ച രാവിലെ 9:30 മുതൽ നിർമ്മലഗിരി കോളേജിൽ നടക്കും. കൂത്തുപറമ്പ് രാവിലെ 10-ന് KK ശൈലജ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2022 കേരളത്തിൽ സർക്കാർ ആരംഭിച്ച വിജ്ഞാന കേരളം പദ്ധതി കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ചിട്ടുള്ള തൊഴിൽ നൈപുണി നൽകുന്നതിനും അതുപോലെ തൊഴിൽ മേഖലയിലേക്ക് അവരെ ആനയിക്കുന്നതിനും വിവിധ കമ്പനികളുമായി ചേർന്നുകൊണ്ട് അവരെ തൊഴിലിലേക്ക് എത്തിക്കുക, വരുമാനദായകമായ ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കുന്നത്. ഡോക്ടർ PS ശ്രീകല അതിൻ്റെ ഡയറക്ടറായും ഡോക്ടർ തോമസ് ഐസൻ അഡ്വൈസറായുമുള്ള വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ ജോബ് മേളകൾ ആരംഭിച്ചിട്ടുള്ളത്. 2025 ജൂൺ 21-ന് കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നിട്ടുള്ള ജോബ് മേള വളരെ വിജയകരമായ ഒരു അനുഭവമായി മാറിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കൂത്തുപറമ്പ് നഗരസഭയിൽ ചേർന്നുകൊണ്ട് 2025 ഓഗസ്റ്റ് 16-ന് കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ വെച്ച് ഒരു 38 കമ്പനികൾ തൊഴിൽദാതാക്കളായി എത്തും. 400-ലധികം ഒഴിവുകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 700ഓളം പേർക്ക് തൊഴിലവസരം ലഭിക്കുമെന്നാണ് കരുതുന്നത്. വെർച്വൽ ഇന്റർവ്യൂകളിലൂടെ വിദേശ കമ്പനികളിലേക്കും തൊഴിലവസരം ലഭിക്കും. SSLC മുതൽ യോഗ്യതയുള്ളവർക്ക് തൊഴിൽമേളയിൽ പങ്കെടുക്കാവുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകും. പത്താന്തരം മുതൽ ബിരുദവും ബിരുദാനന്തരവും എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കുമെല്ലാം പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ജോബ് മേള നമ്മളിപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. DWMS എന്ന വിജ്ഞാന കേരളത്തിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ വഴി മുൻകൂട്ടി തൊഴിലിനെ അപേക്ഷിച്ച് വരുന്നവർക്കായിരിക്കും ജോബ് ഫെയറിൽ മുൻഗണന നൽകുന്നത്. എന്നാൽ DWMS രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ നേരിട്ട് പങ്കെടുക്കാനും സ്പോട്ട് രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള സഹായവും ലഭ്യമാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളെയും പങ്കെടുപ്പിക്കാൻ പാകത്തിലുള്ള ഒരു സജ്ജീകരണമാണ് കൂത്തുപറമ്പ് ജോബ് ഫെയറിൽ ഒരുക്കിയിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ V സുജാത, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ഷീല,
ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എം സുർജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുന്ന പി സദാനന്ദൻ, നഗരസഭാ സെക്രട്ടറി KR അജി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഷൈറീന, പ്രിൻസ് പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. പാനൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം, പൂക്കോം റോഡിൽ. വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്. തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാസ് സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.
കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. വാർത്തകൾ തുടരുന്നു. കൊളശ്ശേരി കളരിമുക്ക് ജനാർദ്ദന സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ 79ാം സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ വിപുലമായി ആഘോഷിക്കുന്നു. ആഗസ്റ്റ് 15 രാവിലെ 9 മണിക്ക് യുവവനിതാ മേജർ സ്വാതി പതാക ഉയർത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാറിന്റെ സാന്നിധ്യത്തിൽ ഇന്ത്യൻ ആർമി യുവ വനിതാ മേജർ സ്വാതി പതാക ഉയർത്തും. വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ചടങ്ങിൽ കൈമാറും. ചടങ്ങിൽ കാവുംഭാഗം LP സ്കൂൾ വിദ്യാർത്ഥികളും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സ്വാതന്ത്ര്യദിനം അതിവിപുലമായ രീതിയിൽ കൊണ്ടാടുക എന്ന രീതിയിൽ തന്നെ ജനാർദ്ദന സ്മാരക വായനശാല തീരുമാനിക്കുകയും ഈ വരുന്ന ആഗസ്റ്റ് 15 ദേശീയ പതാക ഉയർത്തുന്നത് തന്നെ ഇന്ത്യയുടെ യുവ വനിതാ മേജർ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി വായനശാല തീരുമാനിച്ചിട്ടുള്ളത്. ഈ പരിപാടിക്കകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കകത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ട് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് KV മനോജ് കുമാർ വിദ്യാർത്ഥികളുമായി സംവാദിക്കുന്ന ഒരു പരിപാടി കൂടി ആസൂത്രണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ആഗസ്റ്റ് 15 ഈ വർഷം അതിവിപുലമായി ആഘോഷിക്കാൻ വായനശാല തീരുമാനിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ഷിജിൻ മുല്ലപ്പള്ളി, കൺവീനർ ഡിലിൻ പാറായ്, ട്രഷറർ M വിദൂഷ് എന്നിവർ സംബന്ധിച്ചു. പൊയിലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന കല്ലിക്കണ്ടിയിലെ NP മോഹനൻ 4ാം ചരമവാർഷിക ദിനാചരണം നടന്നു. സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടന്നു. പൊയിലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായിരുന്ന NP മോഹനന്റെ 4ാം ചരമവാർഷികം പൊയിലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. കല്ലിക്കണ്ടിയിൽ നിന്നും നേതാക്കളും പ്രവർത്തകരും പ്രകടനമായെത്തിയാണ് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത്. കല്ലിക്കണ്ടിയിൽ നിന്നും ആരംഭിച്ച സ്മൃതിയാത്രയ്ക്ക് T സായന്ത്, KK വിജേഷ്, CN പവിത്രൻ, KK ഭാസ്കരൻ, KM വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. KPCC മുൻ അംഗം V സുരേന്ദ്ര മാസ്റ്റർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആ പ്രവർത്തനത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഘട്ടം, പ്രത്യേകിച്ച് നമ്മുടെ ഇങ്ങേ ഭാഗത്ത് കിഴക്കൻ പ്രദേശങ്ങളിൽ ഒരു പ്രത്യേകത, പാർട്ടിക്കാർ എപ്പോഴും ആത്മാർത്ഥത കൂടുതലുള്ളവരാണ്, പാർട്ടി രംഗത്ത് എപ്പോഴും കാണുന്നവരാണ്. പക്ഷേ പ്രവർത്തന രംഗത്ത് എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ ഏറെ പ്രയാസത്തോടുകൂടി മാത്രം കാണുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിലുണ്ട്. അവരൊരു പ്രകാരത്തിലും പാർട്ടിയിൽ നിന്ന് പുറകോട്ടു പോകില്ല. പക്ഷേ പാർട്ടിയുടെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഒരു ഏകോപനത്തിന്റെ ചരടായി മാറുക എന്ന് പറയുമ്പോൾ അത്തരം രംഗങ്ങളിൽ ഒരു വിമുഖത കാണിക്കുന്ന ഒരു രാഷ്ട്രീയം നമ്മുടെ ഇടയിലുണ്ട്. കോൺഗ്രസ് ഇന്ന് ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ കൂടി കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴും കോൺഗ്രസിന്റെ സന്നിഗ്ധ ഘട്ടം തന്നെയാണ്, പ്രയാസപൂർണമായ ഘട്ടമാണ്. കാരണം ജനങ്ങളുടെ ഇടയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ വെറും ഭരണത്തിന്റെ ഗുണകരമായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടു പോകുക എന്നതല്ല കോൺഗ്രസിന്റെ പ്രവർത്തനം. മണ്ഡലം പ്രസിഡന്റ് V വിപിൻ മാസ്റ്റർ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ KP സാജു, സന്തോഷ് കണ്ണമ്പള്ളി, ഹരിദാസ് മൊകേരി, പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം, മഹിളാ കോൺഗ്രസ് പാനൂർ ബ്ലോക്ക് പ്രസിഡന്റ് KC ബിന്ദു, P കൃഷ്ണൻ, KK ദിനേശൻ, MK രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സെപ്റ്റംബർ മാസം പൊയിലൂരിൽ വെച്ച് സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ മികച്ച പൊതുപ്രവർത്തകനുള്ള NP മോഹനൻ സ്മൃതി പുരസ്കാര സമർപ്പണം നടത്തും. കുടുംബസംഗമത്തിന്റെ ഭാഗമായി മലബാർ ക്യാൻസർ സെന്ററിലേക്ക് രക്തം ദാനം ചെയ്ത ഒരു കുടുംബം. പാനൂരിലെ പ്രമുഖ കുടുംബമായ കക്കുന്നിൻ്റവിട ഉപ്പുക്കണ്ടി KU ഫാമിലിയാണ് സംഗമത്തിന്റെ ഭാഗമായി രക്തദാനം നടത്തിയത്. നിരവധി കുടുംബാംഗങ്ങൾ രക്തദാനത്തിൽ പങ്കാളികളായി. കക്കുന്നൻ്റെവിട ഉപ്പുകണ്ടി കുടുംബസംഗമത്തോടനുബന്ധിച്ചാണ് സന്നദ്ധ രക്തദാന ക്യാമ്പ് നടത്തിയത്.
കുടുംബത്തിലെ മുതിർന്ന അംഗം KU ഹാഷിം ഉദ്ഘാടനം ചെയ്തു. മാമാസ് നജീബ് അധ്യക്ഷനായി. TK ഉമ്മർ, നിജാസ് ഉമ്മർ, സഫൽ ഹാരിസ്, ഷബ്നം, അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. രക്തദാനം മഹാദാനം എന്ന സന്ദേശം ഉയർത്തിയാണ് രക്തദാനം നടത്തിയതെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് വിഷയം വരാൻ കാരണം നമ്മുടെ ഗ്രൂപ്പിൽ നമുക്ക് നമ്മളെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ എല്ലാവരും ഒരൊറ്റ അഭിപ്രായം പറഞ്ഞു, നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ നമ്മൾ ഈ കുടുംബ സംഘമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ആ ഒരു രീതിയിൽ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ തലശ്ശേരി ബ്ലഡ് ഡൊണേഴ്സ് അസോസിയേഷനായിട്ടുള്ള ആളുമായിട്ട് ബന്ധപ്പെട്ട് അവരാണ് മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് നമ്മൾ 15 പേരോളം ബ്ലഡ് ഇന്ന് ഇവിടെ ദാനം ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ ഈ പരിപാടിയോടനുബന്ധിച്ചിട്ട് തെരുവോരത്തുള്ള കുറച്ച് ആളുകൾക്കുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും കൂടാതെ മറ്റ് കുറച്ച് പൊതുപ്രവർത്തനത്തിന് മേഖലയിൽ വേണ്ടുന്ന എല്ലാ രീതികളും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ കുടുംബസംഘം സംഘടിപ്പിച്ചിരിക്കുന്നത് കോമനായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ ഈ സംഘടിപ്പിച്ചിരിക്കുന്നത് KU ഫാമിലി. കുടുംബസംഗമം കുടുംബാംഗങ്ങളിൽ മാത്രം ഒതുക്കാതെ ജീവകാരുണ്യ പ്രവർത്തനം കൂടി നടത്തി മാതൃക സൃഷ്ടിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് കക്കുന്നൻ്റെവിട ഉപ്പുകണ്ടി കുടുംബാംഗങ്ങൾ പറഞ്ഞു. ക്യാമ്പിന് ഷംസീർ പരിയാട്ട്, റയീസ് മാടപ്പിടിക, അസ്ര ഫാത്തിമ, ഇർഫാന സാഹിർ, അബ്ദുൽ മുക്കദം എന്നിവർ നേതൃത്വം നൽകി. VP ഇമ്രാൻ സ്വാഗതവും ആയിഷ ഫസ്ന നന്ദിയും പറഞ്ഞു. തലശ്ശേരി MES സ്കൂളിന്റെ ആർട്സ് ഫെസ്റ്റ് ഭാവോത്സവ് 2025 ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഫ്ലവേഴ്സ് TV ഫെയിം സാഗരിക പിണറായി മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള MES എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി KMD മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സ്കൂളിൽ നടന്ന കലാമത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സാഗരിക സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിശിഷ്ടാതിഥിക്കുള്ള ഉപഹാര സമർപ്പണം MES എഡ്യൂക്കേഷൻ ബോർഡ് ജനറൽ സെക്രട്ടറി നിർവഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് AK സുമയ്യ, പ്രോഗ്രാം കോർഡിനേറ്റർ P അൻവർ, സ്റ്റാഫ് സെക്രട്ടറി KK സുനിൽ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ നൂറി P റഫീഖ് സ്വാഗതവും M മഞ്ചരി നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ മത്സര പരിപാടികളും അരങ്ങേറി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands.
Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ നവീകരിച്ച തീവ്രപരിപാലന വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. KK രമ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നവീകരിച്ച തീവ്ര പരിപാലന വിഭാഗത്തിന്റെ ഉദ്ഘാടനമാണ് KK രമ MLA നിർവഹിച്ചത്. ഒരു ആശുപത്രി, മെഡിക്കൽ കോളേജിൽ പോയാലും താലൂക്ക് ആശുപത്രിയിൽ പോയാലും ജില്ലാ ആശുപത്രിയിൽ പോയാലും ഒക്കെ പലപ്പോഴും ഇൻഷുറൻസിൽ ആണ് ഈ കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിചിത്രമായ അനുഭവം ഇന്ന് കാണാൻ സാധിക്കുകയാണ്. മെച്ചപ്പെട്ട രീതിയിൽ ആരോഗ്യരംഗം ഏറ്റവും മെച്ചമാണ്, ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ് എന്നൊക്കെ നമുക്ക് അവകാശപ്പെടുമ്പോഴും ഈ ഒരു യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം ഉണ്ടായത്. ഇവിടെ നമ്മുടെ കണ്ണൂർ പരിയാരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യൻറ്റ് അറ്റാക്കായിട്ട് വന്നതാണ്. പക്ഷേ അവിടെ എന്തോ സാങ്കേതിക പ്രശ്നം, ആ സമയത്ത് സർജറി നടത്തുന്നില്ല എന്ന് പറഞ്ഞു. സർജറി നടത്താത്തത് കൊണ്ട് അവരോട് രാത്രി പറയുന്നു, നിങ്ങൾ ഉടനെ കോഴിക്കോടേക്ക് പോകണം, മെഡിക്കൽ കോളേജിലേക്ക് പോകണം, ഇവിടെ അതിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ ഒരു സംവിധാനത്തിൻ്റെ പ്രശ്നം. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. കാരണം ഒരു ആശുപത്രിയിൽ സീരിയസ് ആയിട്ട് ഒരാൾ എത്തുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്, ഇവിടെ നടത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ച് മെഡിക്കൽ കോളേജിലേക്ക് എത്തും. കണ്ണൂരിൽ നിന്ന് മെഡിക്കൽ കോളേജിലൊക്കെ എത്തുക എന്ന് പറയുന്നതിന് ഇപ്പോഴത്തെ റോഡിൻ്റെ സാഹചര്യത്തിൽ ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സംഭവം. അത്രയേറെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവിടെ എത്തി അവർ മെച്ചപ്പെട്ട ചികിത്സ കിട്ടി. ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ബ്ലോക്ക് 1-2 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു, അത് നീക്കിയൊക്കെ കഴിഞ്ഞു. പക്ഷേ പുലർച്ചെയാവുമ്പോൾ ആ പേഷ്യൻ്റ് സീരിയസ് ആയി അദ്ദേഹം മരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്തത് പരിയാരം മെഡിക്കൽ കോളേജിലാണ്. പരിയാരം മെഡിക്കൽ കോളേജിൽ ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് അവിടുത്തേത് അവർക്കറിയില്ല. പെട്ടെന്ന് വരുമ്പോൾ ബേജാറായി കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ വേറെ ഒന്നും നോക്കുന്നില്ല. അപ്പോൾ ഉടനെ അത് അവിടുന്ന് അതിൻ്റെ എഴുതി കൊടുത്ത് അവിടുന്ന് ഡിസ്കണക്ട് ചെയ്ത് പോകണം എന്നുള്ളത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇതും കൂടി ഒഴിവാക്കണം എന്നുള്ള അവർക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയില്ല. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അത് അടയ്ക്കാൻ വേണ്ടി സാധിച്ചില്ല. അത് ഇൻഷുറൻസ് കിട്ടിയില്ല. രോഗി മരിച്ചപ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾ 1 ലക്ഷം രൂപ അടയ്ക്കണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് പറയുന്നത് 1 ലക്ഷം രൂപ അടച്ചെങ്കിൽ മാത്രമേ ബോഡി വിട്ടുവരൂ. സാധാരണ പാവപ്പെട്ട ഒരു കുടുംബം ആലോചിച്ച് നോക്കൂ, എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇല്ല, വലിയ പ്രശ്നം, ബോഡി പോലും വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ അത്തരം സംവിധാനങ്ങളിലേക്ക് വരുമ്പോൾ വലിയ പ്രയാസമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഇത്തരം കോർപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലേക്ക് തുടങ്ങുമ്പോൾ അവിടെ വലിയ ഭീമമായ സൗകര്യങ്ങൾ, പൈസ ഇല്ലാതെ രോഗികൾക്ക് ചികിത്സിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നതാണ്.
കണ്ടോത്ത് ഗോപി അധ്യക്ഷത വഹിച്ചു. KP സാജു, ഡോക്ടർ രഞ്ജിത്ത് രാമകൃഷ്ണൻ, ബെന്നി ജോസഫ്, സുജേഷ് കോട്ടം, റിധിൻ കക്കട്ടിൽ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് K. ശുഹൈബ്, അഡ്വക്കേറ്റ് CG അരുൺ, AV ശൈലജ, മിഥുൻ മാറോളി, സുശീൽ ചന്ദ്രോത്ത്, നെട്ടൂർ മുഹമ്മദ്, ഡോക്ടർ PV രഞ്ജിത്ത്, ഡോക്ടർ KPA സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പൊന്നം ലൈറ്റ് ആന്റി ഡ്രഗ് ക്ലബിന്റെയും 3-ാം മൈൽ കോംട്രസ്റ്റ് കണ്ണാശുപത്രിയുടെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്ലാസും നേത്രപരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. പൊന്നം സെൻട്രൽ LP സ്കൂളിലാണ് പരിപാടി നടത്തിയത്. പൊന്നം സെൻട്രൽ LP സ്കൂളിലാണ് ലഹരി വിരുദ്ധ ക്ലാസും നേത്രപരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചത്. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം രമേശ് കണ്ടോത്ത് ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി രുചിക്കുന്ന ലഹരി, ആ ലഹരിയിൽ നിന്ന് കിട്ടുന്ന അനുഭൂതി, ആ അനുഭൂതിയിൽ നിന്ന് കിട്ടുന്ന ആനന്ദം ആകാം, ഇതാണ് നമ്മൾ അതിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് വലിയ ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ കുടിക്കാത്ത ആർക്കും ടെൻഷൻ ഇല്ല എന്നാണ്. വലിയ ടെൻഷനിലുള്ള ആളുകൾ കുടിക്കാതെ നടക്കുന്നുണ്ട്. ഇപ്പൊ എൻ്റെ കുടുംബത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് ക്ഷീണം, അന്ന് രാവിലെ എഴുന്നേരത്തെ ക്ഷീണമാണ്. അപ്പോൾ ക്ഷീണം വന്നപ്പോൾ അയാൾ തീരുമാനിച്ചാൽ ക്ഷീണത്തിന്റെ കാരണം മൂപ്പർ കണ്ടുപിടിച്ചു. കാരണം ഞാൻ കുറച്ച് കാലത്ത് മദ്യം ഒഴിവാക്കിയിട്ടുണ്ട്. വാർഡംഗം EP ജനിത അധ്യക്ഷയായി. പാട്യംഗോപാലൻ സ്മാരക വായനശാല പ്രതിനിധി P. ചന്ദ്രമാസ്റ്റർ, ലൈറ്റ് കോർഡിനേറ്റർ പ്രകാശൻ മഹിജാസ്, പ്രധാന അധ്യാപിക ബിന്ദു ടീച്ചർ, ഷജീമ ടീച്ചർ, സജിത് 4-ാം മൈൽ തുടങ്ങിയവർ പങ്കെടുത്തു. കതിരൂരിൽ ഏഷ്യൻ പെയിന്റ്സ് അപ്കോ ലൈറ്റ് ഓൾ പ്രൊഡക്റ്റ് ഡിസ്പ്ലേയുടെ ഉദ്ഘാടനം നടന്നു. കതിരൂർ AV ട്രേഡേഴ്സിൽ സിനിമാതാരം ദിവ്യ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. കതിരൂർ ഏഷ്യൻ പെയിന്റ്സ് അപ്കോ ലൈറ്റ് ഓൾ പ്രൊഡക്റ്റ് ഡിസ്പ്ലേയുടെ ഉദ്ഘാടനം കതിരൂർ AV ട്രേഡേഴ്സിൽ നടന്നു. സിനിമാ താരം ദിവ്യ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. AV ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ണർ ജിതേഷ്, ഏഷ്യൻ പെയിന്റ്സ് ഏരിയ മാനേജർ അനൂപ്, സെയിൽസ് ഓഫീസർ അമൽരാജ് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാംപ്ലാനിക്കെതിരായ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നെന്ന് വ്യക്തമാക്കി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അവസരവാദത്തെ അവസരവാദം എന്ന് തന്നെ വിമർശിക്കുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. അധ്യാപനത്തെ ജോലി എന്നതിലുപരി മെച്ചപ്പെട്ട സമൂഹ സൃഷ്ടിക്കായുള്ള ഉത്തരവാദിത്വമായി അധ്യാപകർ കാണണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. സാമൂഹ്യ മാനസിക പ്രശ്നങ്ങൾ മാത്രമല്ല വിദ്യാർത്ഥി സമൂഹം നേരിടുന്നതെന്ന തിരിച്ചറിവ് അധ്യാപകർക്കുണ്ടാകണമെന്നും മനോജ് കുമാർ. സുരേഷ് ഗോപി MPയുടെ ഓഫീസിന് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ കണ്ണൂരിൽ പ്രതിഷേധ മാർച്ച് നടത്തി. താളിക്കാവിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. വിജ്ഞാന കേരളം കൂത്തുപറമ്പ് നഗരസഭ ബ്ലോക്ക് തൊഴിൽമേള ശനിയാഴ്ച KK ശൈലജ MLA ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.